അതൊക്കെയാണ് ടി വിയിലൊക്കെ ചർച്ച കാണുന്നത്. അതൊരുപാട് തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യും. ദൈവവ്യപാശ്രയക്കാരൻ ദൈവത്തിൽ വിശ്വസിച്ചാൽ എല്ലാം മാറും. അതുകൊണ്ട് യുക്തി വ്യപാശ്രയത്തെ അവൻ നിരാകരിക്കും. അവൻ പറയും പ്രാർത്ഥിച്ചാൽ മാത്രം മതി. ഒരുപാട് പേര് മരിച്ചു. കാരണം ലോകത്തിനിയും ആത്യന്തികമായ കാര്യം അറിയാറായിട്ടില്ല. ആ വിനയം ചർച്ച ചെയ്യുന്നവർക്കുണ്ടാവില്ല. അത് അധികാരി അല്ലാത്തവർ പഠിക്കുന്നതുകൊണ്ട് വരുന്ന ദോഷമാണ്. ഒരെണ്ണത്തിന് അധികാരിയായവനെ പഠിക്കാവൂ. ആ ശാസ്ത്രത്തിൻ്റെ അധികാരി ആരിലാണ് അത് ഉൾക്കൊള്ളാനുള്ള അവകാശം? അധികാരി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അയാൾക്ക് അതിനുള്ള അവകാശം ഇരിക്കണം. അവകാശം ആകാശധാതുവിൽ നിന്നുണ്ടാകുന്നതാണ്. ആകാശത്തിൽ നിന്നാണ് അവകാശ ശബ്ദം ഉണ്ടാകുന്നത്. എത്ര ഇടം അയാളുടെ ഉള്ളിലുണ്ട്, ആ ഇരിക്കാനുള്ള സ്പേസ്, അതാണ് അധികാരി. 4 ആ ശാസ്ത്രത്തിൻ്റെ പ്രയോജനം. എന്തിനാണിത് പഠിക്കുന്നത്? ഇന്ന് അങ്ങനെ ഒരു പ്രയോജനം നോക്കി ഒന്നും പഠിക്കാറില്ല. അച്ഛൻ്റെ ഇഷ്ടം, അമ്മയുടെ ഇഷ്ടം, നാട്ടുകാരുടെ ഇഷ്ടം, തനിക്ക് അപ്പോഴപ്പോൾ തോന്നിയ വികാരം, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് പലരും പലതും പഠിക്കാൻ പോകുന്നത്. പിന്നെ കുറേ പരാതികളാണ്. ഞാനത് പഠിക്കാനല്ല ഇഷ്ടപ്പെട്ടിരുന്നത്, പക്ഷേ അങ്ങനെ സാഹചര്യം അങ്ങനെ ആക്കി തീർത്തു. സാഹചര്യമൊന്നും ആരെയും ആക്കുന്നതുകൊണ്ടല്ല, ഇതിന് വ്യക്തമായ ബോധമില്ലാത്തതുകൊണ്ടാണ്. പ്രയോജനം, ഇത് 4 അംഗങ്ങളാണ്. ഇതിനെ അനുബന്ധ ചതുഷ്ടയം എന്നും പറയും. ഇവിടെ വിഷയം യോഗം, യോഗശാസ്ത്രം. അതിൽ കൈവല്യം അഥവാ ശാസ്ത്രം തഥാ യോഗത്തിൽ സാധ്യ സാധന ഭാവം, പ്രതിപാദ്യ പ്രതിപാദക ഭാവം, പ്രതിപാദ്യവും പ്രതിപാദകവും തമ്മിലുള്ള ബന്ധം, ഇത് സംബന്ധം. അതിൽ ജിജ്ഞാസയുള്ളവൻ അധികാരി. കൈവല്യമാണ് യോഗത്തിൻ്റെ പ്രയോജനം. 4 നമ്മൾ പഠിക്കുന്ന ശാസ്ത്രത്തെ സംബന്ധിച്ച്. യോഗശാസ്ത്രമാണ് വിഷയം. ശാസ്ത്രം, അതായത് യോഗശാസ്ത്രം പഠിക്കുമ്പോൾ സാധ്യ സാധന ഭാവം, പ്രതിപാദ്യ പ്രതിപാദക ഭാവം, അതാണ് അതിൻ്റെ രീതിവിധാനം, സംബന്ധം. ജിജ്ഞാസുക്കൾ അധികാരികൾ. ഇതെന്താണെന്ന് അറിയണമെന്ന് ആഗ്രഹമുള്ളവരെല്ലാം അധികാരികൾ. ഇതിൻ്റെ പ്രയോജനം കൈവല്യമാണ്, മോക്ഷമാണ്. യോഗം വേറെ ഒന്നും തരില്ല. അതിൻ്റെ പോകുന്ന വഴിയിൽ പലതും ഉണ്ടായേക്കാം. അതിനെയൊന്നും യോഗശാസ്ത്രത്തിൻ്റെ പ്രയോജനമായി പതഞ്ജലി എണ്ണുന്നില്ല. മനസ്സിന് ഏകാഗ്രത വരുമ്പോൾ പലതുമുണ്ടാകാം. അതെല്ലാം വഴിയിൽ തടസ്സങ്ങളായി പതഞ്ജലി ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ആത്യന്തിക പ്രയോജനം കൈവല്യം മാത്രമാണ്. അതുകൊണ്ടാണ് കൈവല്യ പാദത്തിലാണ് ഇത് അവസാനിക്കുന്നത്. തത്ര പ്രഥമാവയവ അധശബ്ദം വ്യാചഷ്ഠേ
അധേത്യയം അധികാരാർത്ഥേ അധൈഷ ജ്യോതിരിതിവത് നത്വ അനന്തര്യർത്ഥഃ എന്നാണ് വാചസ്പതി മിശ്രൻ പറയുന്നത്. തത്ര പ്രഥമാവയവമധശബ്ദം വ്യാചഷ്ടേ അധേത്യയം അധികാരാർത്ഥഃ അധൈഷ ജ്യോതിരിതിവത് നത്വ അനന്തര്യർത്ഥഃ. സൂത്രത്തിന് അധികാരാർത്ഥമെന്നാണ്, അധശബ്ദത്തിന് അധികാരാർത്ഥമെന്നാണ് വാചസ്പതി മിശ്രൻ അർത്ഥം നൽകുന്നത്. അധൈഷ ജ്യോതിഹി അത് താണ്ഡ്യബ്രാഹ്മണ്യം 16:8 പദമാണ്. അധൈഷ ജ്യോതിരിതിവത് അത് ഉദ്ധരിച്ചിരിക്കുന്നത് താണ്ഡ്യബ്രാഹ്മണത്തിൽ നിന്നാണ്. 16:8 പ്രയുക്തമായ അധശബ്ദത്തിന് സമാനമാണ് ഇത്. അധശബ്ദം പലയിടത്തും പ്രയോഗിച്ചിട്ടുണ്ട്. അധ, യോഗാനുശാസനം എന്നതുപോലെ അധ ദോ ബ്രഹ്മജിജ്ഞാസ അവിടെ ആനന്തരി അർത്ഥത്തിലാണ്. അനന്തരം എന്ന് തന്നെയാണ് അധശബ്ദത്തിനർത്ഥം. വിവേകം, വൈരാഗ്യം, ശമാധിഷക്ക സമ്പത്തി, മുമുക്ഷുത്വം ഇവയ്ക്കു ശേഷം എന്നാണ് ശങ്കരൻ ഭാഷ്യത്തിൽ പറയുന്നത്. രാമാനുജൻ, ആൽബർട്ട് ഷ്വൈറ്റ്സർ മുതലായവർ അതിനെ നിരാകരിച്ചിട്ട് വേറൊരു അനന്തര അർത്ഥമാണ്, അനന്തര അർത്ഥമാണെന്നതിൽ അവരെല്ലാം യോജിക്കുന്നുണ്ട്. ധർമ്മജിജ്ഞാസാനന്തരം ബ്രഹ്മജിജ്ഞാസ എന്നാണ് രാമാനുജാദികൾ, ആൽബർട്ട് ഷ്വൈറ്റ്സറിനെ പോലുള്ളവർ ഒക്കെ പറയുന്നത്. ശങ്കരനോട് എതിർപ്പ് അവരെല്ലാം പ്രകടിപ്പിക്കുന്നുമുണ്ട് ശക്തമായി. ധർമ്മജിജ്ഞാസ അനന്തരം വേദത്തിന്റെ സംഹിതയെല്ലാം പഠിച്ചിട്ട് മാത്രമേ ബ്രഹ്മജിജ്ഞാസയ്ക്ക് അധികാരിയാവൂ എന്നുള്ളതാണ് അവരുന്നയിക്കുന്ന വഴി. ഏത് അതിന് പ്രസക്തിയില്ലല്ലോ. നിങ്ങൾ കേട്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കതിൽ നിന്ന് തോന്നി വരുന്നതാണ് റൈറ്റ് ആയിട്ടുള്ളത്. ഞാൻ പറയുന്നതിൽ നിന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലെങ്കിൽ ആ ചോദ്യം പ്രസക്തമാണ്, അല്ലെങ്കിൽ അപ്രസക്തമാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു കാര്യം പഠിപ്പിക്കുമ്പോൾ നിങ്ങളുടെ ബുദ്ധിയിൽ അത് തെളിഞ്ഞു കിട്ടുക എന്നുള്ളതാണ് പഠിപ്പിക്കലിൻ്റെ പരമമായ ലക്ഷ്യം. മറ്റത് മുമ്പ് പറഞ്ഞ എളുപ്പ വഴിയാണ്. മനസ്സിലായി? അവിടെ പിന്നെ നിങ്ങളുടെ ഇന്റലിജൻസിന് പ്രസക്തിയൊന്നുമില്ല. ഞാൻ പറഞ്ഞ ഒരു സാധനം കാണാതെ പഠിച്ചിട്ട് ഇറങ്ങിപ്പോയാ അല്ല. ശങ്കരനെ പോലുള്ള ആളുകൾ പറഞ്ഞത് ബ്രഹ്മജിജ്ഞാസ ഉണ്ടാകുന്നത് വിവേകം, വൈരാഗ്യം, സമാധി, ഷഡ്ക സമ്പത്തി, മുമുക്ഷുത്വം ഇവ ആണതിൻ്റെ പ്രാഥമികമായ കാര്യമെന്നാണ്. അങ്ങനെ വരുമ്പോൾ ലോകത്തിലുള്ള ആർക്കും ബ്രഹ്മജിജ്ഞാസ ഉണ്ടാകാം. അധശബ്ദത്തിന് ആനന്തരീയാർത്ഥം നൽകിയ ശങ്കരൻ ഈ അനന്തരം എന്ന് പറഞ്ഞ സ്ഥാനത്ത് രാമാനുജനും ഷ്വൈറ്റ്സറുമെല്ലാം ധർമ്മജിജ്ഞാസാനന്തരം ബ്രഹ്മജിജ്ഞാസ എന്ന് കൊടുക്കുമ്പോൾ ധർമ്മം വേദങ്ങളാണത്. വേദങ്ങളിൽ പ്രവേശിക്കുന്നതിന് ഉപനയനം വേണം. ബ്രാഹ്മണന്, ക്ഷത്രിയന്, വൈശ്യന്, ത്രൈവർണികർക്ക് മാത്രമേ മോക്ഷത്തിന് അധികാരമുള്ളൂ എന്ന് പരിമിതപ്പെടുത്തുന്നത് ഷ്വൈറ്റ്സറും രാമാനുജനുമെല്ലാമാണ്. മനസ്സിലായില്ല? ശങ്കരനല്ല. പക്ഷെ ലോകത്ത് ഏറ്റവും കൂടുതൽ ആക്ഷേപം നിലനിൽക്കുന്നത് ശങ്കരനെതിരെയാണ്. അത് പറഞ്ഞ ആളുകൾക്കെതിരെയല്ല.
ഷൊയ്റ്റ്സറേയും രാമാനുജനെയും എല്ലാം മഹാന്മാരായി ചിത്രീകരിക്കുകയും ശങ്കരനെ മോശമായി ചിത്രീകരിക്കുകയും ചെയ്യുമ്പോൾ ഇത് വായിച്ചിട്ടോ പഠിച്ചിട്ടോ അല്ല. നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? ശങ്കരൻ വളരെ വ്യക്തമായാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് പഠിക്കാത്ത ആളുകൾ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കേണ്ടി വരുന്നത്. ഏത്? തീർച്ചയായും എത്തിയിട്ടുണ്ടാവും. അതെത്തിയിട്ടുണ്ടാവും. അത് അവരുടെ ഇൻഡിവിജ്വൽ കാര്യമാണ്. അത് നമുക്ക് ചർച്ച ചെയ്ത് തീരുമാനിക്കാനാവില്ല. അവരൊക്കെ എത്തിയിട്ടുണ്ടാവും. ആരെത്തുമ്പോഴും അവര് ഉദ്ധൃത അവസ്ഥയിലേക്ക് വരും. ഒരു ആൾ സമാധിയിൽ നിന്ന് ഉണർന്നു വരുമ്പോൾ ശീലം കൊണ്ടോ മറ്റുള്ളത് കൊണ്ടോ അവരുടെ മതം ജാതിയൊക്കെ ചിലപ്പോൾ അവിടെ നിലനിന്നു എന്ന് വരാം. അങ്ങനെ നിലനിന്നാൽ അവരാ സമയത്ത് പറയുന്ന കാര്യങ്ങളെ ശ്രദ്ധിച്ചു പോയാൽ സംഘടന ഉണ്ടാക്കാൻ ആ ജാതിക്കാർക്ക് പ്രയോജനമായി എന്ന് വരാം. സാധകന് പ്രയോജനമാവില്ല എന്നേ അതിനർത്ഥം എടുക്കേണ്ടതുള്ളൂ. ലോകത്തുള്ള എല്ലാ ആചാര്യന്മാർക്കും അവരുടെ സമുദായത്തോടും ഒക്കെ പ്രിയമുണ്ടാവുക സ്വാഭാവികമാണ്. സമാധി അവസ്ഥയിൽ അവർ കണ്ടെത്തുന്ന സത്യത്തെ വെച്ചുകൊണ്ട് അവരുടെ ഉദ്ധൃതാവസ്ഥയിൽ രൂപാന്തരപ്പെടുന്ന ചിന്തകളെ സ്വീകരിക്കാൻ പോയാൽ പോകുന്നവൻ ആ സമുദായത്തിൽപ്പെട്ടവനാണെങ്കിൽ സംഘടിച്ചു നിൽക്കാൻ പ്രയോജനമുണ്ടാകും എന്നല്ലാതെ ആധ്യാത്മിക പ്രയോജനമുണ്ടാകുന്നതല്ല. മനസ്സിലാവുമോ എന്നെനിക്കറിയില്ല. ലോകത്തുള്ള എല്ലാ ആചാര്യന്മാരുടെയും ജാതി, മതം, വർഗം അറിയപ്പെടുമെങ്കിൽ അതിൻ്റെ പേരിൽ ലോകത്തെല്ലായിടത്തും സംഘടനകളും അതിൻ്റെ പേരിൽ കൂടെ ചേർന്നിട്ടുള്ളവരെല്ലാം അതത് ജാതി മതാദി ചിന്തകളോട് കൂടിയവരുമാണ്. നിങ്ങൾ പോയി ചേരുമ്പോഴും അങ്ങനെ തന്നെയാണ്. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായി അറിയാൻ വയ്യാത്തതുകൊണ്ട് ശരിയല്ല. അത് നിങ്ങൾ ആലോചിച്ചോളൂ. മുകളിലേക്ക് എല്ലാവരും പൂജിക്കുമെന്ന് കൂട്ടിക്കൊണ്ടാണ്. എല്ലാവരുടെയും പൂജ അർഹിക്കുന്നു എങ്കിൽ ഏറ്റവും സവർണനായിരിക്കുക. താഴേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ പൂജ സ്വജാതിയിൽ നിന്ന് മാത്രമാണ് കിട്ടുന്നത് എന്ന് വരിക. ദർശനത്തെ മറന്നു കളയുക. ബ്രഹ്മജ്ഞാനം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അത്തരം ബ്രഹ്മജ്ഞാനം ഉണ്ടാകുന്ന സമയത്ത് വരില്ല എന്ന് മാത്രം. അതിൽ നിന്ന് ഏറ്റക്കുറച്ചിലില്ല. അതിൽ നിന്ന് ഉണർന്നു നിൽക്കുന്ന സാമൂഹിക തലം വ്യക്തിക്കുണ്ടാവും. വ്യക്തി സമാധി അവസ്ഥയിലും ഉദ്ധൃതാവസ്ഥയിലും രണ്ടവസ്ഥയിലുണ്ട്. അത് ചർച്ച ചെയ്യാൻ പോയാൽ നമ്മളുടെ വിഷയത്തിൽ നിന്ന് ഒരുപാട് ദൂരം പോകും. എനിക്ക് ബുദ്ധിമുട്ടില്ല, പിന്നെ നിങ്ങൾ തിരിച്ചു വരാൻ പ്രയാസവും. അതുകൊണ്ട് അധശബ്ദത്തിന് യോഗശാസ്ത്രത്തിൽ അനന്തരം എന്നൊരർത്ഥമില്ല എന്നുറപ്പിച്ചു പറയുകയാണ് വാചസ്പതി. അതിനാണ് താണ്ഡ്യ ബ്രാഹ്മണത്തിൽ നിന്ന് ഉദ്ധരിച്ചത്. അധശബ്ദത്തിന് താണ്ഡ്യബ്രാഹ്മണത്തിൽ പറഞ്ഞതുപോലെയാണ് ഇവിടെ അർത്ഥമെന്നാണ്. ഇവിടെ അനന്തരി അർത്ഥത്തിൽ അതുകൊണ്ട് പ്രയുക്തമല്ല
എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അധൈഷ ജ്യോതിഹി എന്നതിൽ അധശബ്ദം ക്രതുവിശേഷം. ഒരു യാഗമാണ്. ക്രതു എന്ന് പറഞ്ഞാൽ യാഗം. യാഗത്തിൻ്റെ പ്രാരംഭാർത്ഥകമാണ്. ആരംഭ അർത്ഥകം. ഒന്ന് തുടങ്ങുന്നതിൻ്റെ ഉദ്ദേശത്തിലാണ് അവിടെ അധശബ്ദം പ്രയോഗിച്ചിരിക്കുന്നത് താണ്ഡ്യ ബ്രാഹ്മണത്തിൽ. അപ്രകാരം യോഗശാസ്ത്രത്തിലും അധശബ്ദം യോഗശാസ്ത്രത്തിൻ്റെ ആരംഭ അർത്ഥകമാണ്, അനന്തരാർത്ഥമല്ല. വേറെ ഏതെങ്കിലും ഒന്ന് പഠിച്ചിട്ട് വന്ന് യോഗം പഠിക്കണം എന്നിവിടെ പറയുന്നില്ല. മാത്രവുമല്ല, എല്ലാ ശാസ്ത്രവും മനസ്സിലാകണമെങ്കിൽ യോഗശാസ്ത്രം അനിവാര്യമാണ്. ദർശനങ്ങളിൽ ഏത് പഠിക്കണമെങ്കിലും, ആധുനികമാകട്ടെ പൗരാണികമാകട്ടെ, പഠനത്തിന് കാരണമായ ചിത്തം വിഷയമായുള്ള ശാസ്ത്രം യോഗശാസ്ത്രം. യോഗശാസ്ത്രത്തിൻ്റെ വിഷയം ചിത്തമാണ്. ഒരു ശാസ്ത്രം അതിൻ്റെ കേവലതയിൽ ഉൾക്കൊള്ളണമെങ്കിൽ ചിത്തം ശുദ്ധമായിരിക്കണം. അല്ലെങ്കിൽ ചിത്തത്തിൽ കിടക്കുന്ന കാര്യങ്ങളിലേക്കാണ് പഠിക്കുന്ന ശാസ്ത്രം ചെന്ന് വീഴുക. പൗരാണികനും ആധുനികനും തമ്മിലുള്ള അന്തരം ഇതാണ്. നേരത്തെ ചിത്തത്തിൽ കിടക്കുന്ന ജാതി, നേരത്തെ ചിത്തത്തിൽ കിടക്കുന്ന മതം, നേരത്തെ ചിത്തത്തിൽ കിടക്കുന്ന കൂട്ടുകെട്ടുകൾ, നേരത്തെ ചിത്തത്തിൽ വന്നുപോയ അധർമ്മങ്ങൾ, നേരത്തെ ചിത്തത്തിൽ കടന്നുകൂടിയിട്ടുള്ളതായ ധർമ്മബോധങ്ങൾ, ഇവയെല്ലാമുള്ള ഒരാൾ ഏത് അധികാര സ്ഥാനത്തേക്ക് വരുമ്പോഴും ഏത് പഠിപ്പിക്കാൻ വരുമ്പോഴും അയാൾ ആ ലക്ഷ്യത്തിലെ പഠിപ്പിക്കുകയും പഠിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യും. അതാണ് ഇന്ന് കാണുന്ന അഴിമതികൾക്കും അതിക്രമങ്ങൾക്കും ഉപദ്രവങ്ങൾക്കും ഒക്കെ കാരണമാകുന്നത്. ചിത്തമുള്ളയാളാണ് പോലീസായും പട്ടാളമായും, ചിത്തമുള്ളയാളാണ് മന്ത്രിയായും ആഭ്യന്തരമന്ത്രിയായും ഒക്കെ വരുന്നത്. അതിൽ രാഷ്ട്രീയം, ജാതി, മതം, വർഗം, വർണ്ണം ഇതൊക്കെ ചിത്തത്തിൽ എഴുതപ്പെട്ട് കിടക്കുന്നതാണ്. വിമർശിക്കുന്നവനും ആ ചിത്തത്തിൽ നിന്നാണ് വിമർശിക്കുന്നത്. നാളെ നിങ്ങളെയോ എന്നെയോ കയറ്റിവെച്ചാലും ചിത്തം ആ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്വം അതിനോട് വിയുണ്ടായാൽ പോലും ഉത്തരവാദിത്വം അതല്ല, അത് തന്നെ നടപ്പാക്കണം എന്ന് തീരുമാനിക്കില്ല. പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോന്നറിയില്ല. പ്രഭാകര മിശ്രന്റെ ഗുരു, അദ്ദേഹം പിണ്ടോദകാദി ക്രിയകളിലൊക്കെ വിശ്വസിച്ചിരുന്ന ആളാണ്. പ്രഭാകര മിശ്രനല്ല. ഗുരുവും ശിഷ്യനും തമ്മിൽ ഈ വിഷയത്തിൽ ഒരുപാട് തർക്കങ്ങൾ നടന്നിട്ടുണ്ട്. ഗുരുവിന് ഏറ്റവും ഇഷ്ടം പ്രഭാകര മിശ്രനെയാണ്. ഒരു ദിവസം അദ്ദേഹം തീരുമാനിച്ചു, തൻ്റെ ഇച്ഛ നടപ്പാക്കുവോ ഇവൻ്റെ ഇച്ഛ നടപ്പാക്കുവോ മരിച്ചാൽ. അറിയാൻ ഗുരു ഒരു ദിവസം മരിച്ചു. ശരീരത്തിൽ നിന്ന് ജീവൻ വേർപെട്ടു കിടക്കുകയാണ്. ഉടനെ ശിഷ്യന്മാരെല്ലാം കൂടി എന്താ ചെയ്യേണ്ടത്? പ്രഭാകരൻ വരട്ടെ എന്ന് പറഞ്ഞു. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യൻ പ്രഭാകരനാണ്. പ്രഭാകരൻ വന്നു, പറഞ്ഞു ഗുരുവിൻ്റെ ഇച്ഛ അനുസരിച്ച് ശവസംസ്കാര കർമ്മങ്ങളും മറ്റ് കർമ്മങ്ങളും എല്ലാം നടത്തണമെന്ന് പറഞ്ഞു. പ്രഭാകരൻ, നിങ്ങളിതിനെല്ലാം എതിരാണെന്നോ? അത് എൻ്റെ കാര്യത്തിലാണിത്. അതാണ് ചിത്തത്തിൻ്റെ ശരിയായ വഴി. മനസ്സിലാവുമോയെന്നറിയില്ല. ഉടനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ
ഗുരു ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഞാൻ ജയിച്ചു എന്ന് പറഞ്ഞു. അപ്പോഴും പ്രഭാകരൻ വിട്ടില്ല, ഒന്ന് ജയിക്കാനൊന്നും മരിക്കേണ്ടി വന്നു. അവിടെയാണ് അതിൻ്റെ സത്യവരിക. അപ്പൊ ചിത്തം എന്ന് പറയുന്നത് സ്വതന്ത്രമായി നിൽക്കുന്നവർ വളരെ കുറവാണ്. ഏതൊരുവനാണ് തൻ്റെ ഭാര്യയോട്, അമ്മയോട്, അച്ഛനോട് ഒക്കെ ഇടപെടുമ്പോൾ ചിത്തം ശുദ്ധമാണെങ്കിലാണ് അവരുടെ ചിത്തം എവിടെയാണ് ബന്ധിച്ചിരിക്കുന്നതെന്ന് കാണാൻ പറ്റുന്നത്. അവന് മാത്രമേ ലോകത്ത് ശാന്തിയോടെ ജീവിക്കാൻ പറ്റൂ. നിങ്ങൾക്കിന്ന് അശാന്തി ഉണ്ടെങ്കിൽ നിങ്ങളുടെ ചിത്തത്തിൽ നേരത്തെ കടന്നുകൂടിയിട്ടുള്ള, നിങ്ങൾക്ക് രോഗങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് നേരത്തെ കടന്നുകൂടിയിട്ടുള്ള അംശങ്ങളാണ് അതിന് കാരണമായി തീരുന്നത്. അതുപോലും നിങ്ങളുടെ നിയന്ത്രണത്തിൽ നിർത്തിക്കൊണ്ട് ഉപയുക്തമാക്കാൻ കഴിയണം എങ്കിൽ ചിത്തം സ്വതന്ത്രമാവും. സ്വതന്ത്രമായാൽ അന്യരുടെ ചിന്തകളും അന്യരുടെ പദ്ധതികളും കൃത്യമായി ചിത്തത്തിന് മനസ്സിലാകുന്ന ഒരവസ്ഥ വരും. അതുകൊണ്ട് ഇവിടെ വിഷയം ചിത്തം തന്നെയാണ്. അതുകൊണ്ട് ആരംഭം എന്നാണ് ശബ്ദത്തിന് അർത്ഥം വരുന്നത്. അധശബ്ദം ആരംഭാർത്ഥകമാണ്, ആനന്തര്യാർത്ഥകമല്ല. അതുകൊണ്ട് ബ്രഹ്മസൂത്രത്തിലും മറ്റും കാണുന്നത് പോലെ അധശബ്ദം ഇവിടെ ആനന്തര്യാർത്ഥകമല്ല. അനുശാസനമിതി ശാസ്ത്രമാഹ അനുശിഷ്യതേ അനേനേതി വ്യുൽപത്യ എന്നാണ് വാചസ്പതി മിശ്രൻ പറയുന്നത്. അനുശാസനമിതി ശാസ്ത്രമാഹ അനുശിഷ്യതേ അനേന ഇതി വ്യുൽപത്യ. അനുശാസനം എന്നത് ശാസ്ത്രത്തെ പറയുന്നതാണ്. അനുശിഷ്യതേ അനേന, അതുവഴി ലക്ഷണം ഭേദം ഉപായസഹിതം യോഗത്തിൻ്റെ പ്രതിപാദനം, ഉപായങ്ങളോടുകൂടി യോഗപ്രതിപാദനം നടത്തുന്നു എന്ന അർത്ഥത്തിലാണ് അനുശാസനം എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. അനുശാസനം വ്യുൽപാദനം ചെയ്യുന്നു. അതുകൊണ്ട് അനുശാസന ശബ്ദം ശാസ്ത്രവാചകമാണ്. നചാസ്യ ശമദമാദ്യനന്തരം പ്രവൃത്തിരപി തു തത്വജ്ഞാന ചിദ്ഘ്യാപയിഷ്യാനന്തരം ജിജ്ഞാസ ജ്ഞാനയോസ്തു സ്യാത് യഥാംനായത്തെ തസ്മാത് ശാന്തോ ദാന്തഃ ഉപരതഃ തിദിക്ഷുഃ സമാഹിതോ ഭൂതാവാത്മന്യേവാത്മനം പശ്യേത് ഇതി. ശമം ദമം ഇതെല്ലാം കഴിഞ്ഞ് യോഗശാസ്ത്രത്തിൻ്റെ പ്രവൃത്തി എന്നല്ലേ അർത്ഥം എന്നൊരാൾക്ക് വേണമെങ്കിൽ ചോദിക്കാം. അതുകൊണ്ട് അനന്തരമെന്ന് അർത്ഥമാവില്ലേ? അനുശാസനം കഴിഞ്ഞ അർത്ഥശബ്ദത്തിന് ഇങ്ങനൊരർത്ഥം കൽപ്പിച്ചുകൂടെ? ഇത് പഠിച്ചിട്ട് പോകുമ്പോൾ എവിടെയെങ്കിലും അങ്ങനെ ഒരു പ്രഭാഷണം നടക്കുമ്പോഴാണ് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആകുന്നത്. ശരിയായി പഠിച്ചില്ലെങ്കിൽ സംഘർഷം മനസ്സിനുണ്ടാക്കാൻ ഈ പഠനം മതിയാവും. അതുകൊണ്ടാണ് ഒരു കാര്യം ശരിയായി പഠിക്കണമെന്ന് പണ്ടുള്ളവർ പറഞ്ഞത്. നമ്മളുടെ വാസന ഏറി നിൽക്കുന്ന ഒരു സമയത്ത് അതിനനുഗുണമായി കേൾക്കുമ്പോൾ അതാണ് ശരിയെന്ന് നമുക്ക് തോന്നും. പിന്നെ അതങ്ങ് പഠിക്കും, അതിൽ കൂടി പോകും, വഴി തെറ്റും. വഴി തെറ്റിക്കഴിയുമ്പോൾ ആ ശാസ്ത്രത്തെ നിന്ദിക്കും. അങ്ങനെയാണ് എല്ലാ മതങ്ങളും വളരുന്നത്, എല്ലാ ശാസ്ത്രങ്ങളും വളരുന്നത്, എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും വളരുന്നത്.
ഒരു നിയമം ഒരിടത്തുണ്ടെങ്കിൽ ആ നിയമം അനുസരിക്കാതിരിക്കുക വാസന കാരണം. വാസന കൊണ്ടാണ് നിയമങ്ങളെ അനുസരിക്കാത്തത്, വേറെ ഒരു തടസ്സവും ഉണ്ടായിട്ടല്ല. നിയമങ്ങൾ അനുസരിക്കാൻ എളുപ്പമാണ്, നിയമങ്ങൾ അനുസരിച്ചാൽ എളുപ്പമാണ്, നിയമങ്ങൾ അനുസരിച്ച് ചെയ്താൽ ശാന്തിയുമാണ്. ലോകത്തൊരു നിയമവും സാമൂഹികമായി ഉണ്ടായിരിക്കുന്നത് ഉപദ്രവകരമായി അല്ല. കാരണം ഒന്നിലധികം ആളുകളിരുന്ന് ഉണ്ടാക്കുമ്പോഴെല്ലാം അത് പ്രയോജനം ഹേതുവായി തന്നെ ഉണ്ടാകുന്നതാണ്. അതിനെ അനുസരിക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പക്ഷേ വാസന അതിന് സമ്മതിക്കില്ല. ഒരു നിയമം ഉണ്ടാക്കിയ ആൾ പോലും അയാളുടെ ഒരു ആവശ്യം വരുമ്പോൾ ആ നിയമത്തെ തടസ്സമായാണ് കാണുന്നത്. അതാണ് ഇന്നുള്ള കോലാഹലങ്ങളെല്ലാം. കോടതിയും ജഡ്ജിയും ഒക്കെ നിയമങ്ങളെ തടസ്സമായാണ് കാണുന്നത്, അവരുടെ സ്വച്ഛന്തമായ വിഹാരത്തിന്. Am I right, advocate? അത് ഉണ്ടാക്കിയ ആളുകൾ പോലും, എക്സിക്യൂട്ടീവ്സ്, അവരാണ് അത് ഉണ്ടാക്കിയത്. അവർ പോലും ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അതിനെതിരാണ്. അതിന് കാരണം അതാണ്. മറിച്ച് അതനുസരിച്ച് പോകുന്നതാണ് ഏറ്റവും എളുപ്പവും ശാന്തിയും. അതറിയാറില്ല. അതുപോലെ പോകുമ്പോൾ അവരുടെ വാസനയ്ക്ക് അനുഗുണമായി സഹായിക്കാൻ ഒരാൾ വന്നാൽ അവരാ കൂട്ടത്തിൽ ചേരും. അതൊരിക്കലും അവരുടെ മനസ്സ് കേവലമായതുകൊണ്ട് ചേർന്നതല്ല, വാസനയ്ക്ക് പ്രയോജനമുള്ളത് കൊണ്ട് ചേർന്നതാണ്. അങ്ങനെയാണ് ലോകത്ത് നടക്കുന്ന എല്ലാ മതപരിവർത്തനങ്ങളും, എല്ലാ രാഷ്ട്രീയ പരിവർത്തനങ്ങളും, എല്ലാ ഗ്രൂപ്പ് മാറ്റങ്ങളും അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ചിത്തത്തിൽ കിടക്കുന്ന വൃത്തിയുടെ അടിസ്ഥാനത്തിലാണ് ഈ മാറ്റം. അല്ല, അങ്ങനെ നിയമം ഉണ്ടാക്കുകയില്ല. നിയമം ഉണ്ടാക്കുന്നത് അന്നേരം വരുന്ന ഒരാവശ്യത്തെ കണ്ടിട്ടുണ്ടാക്കുന്നതാണ്. അതനുസരിക്കാനാണ് എളുപ്പം. പക്ഷേ ഒരിക്കലും അതനുസരിക്കാൻ താല്പര്യം ഉണ്ടാവില്ല, മറികടക്കാനാണ് ഇഷ്ടം. അവിടെയാണ് വാസനയുടെ പ്രത്യേകത. ഇനി നമുക്ക് കാപ്പി കുടിച്ചിട്ടാവാം, കാരണം നിങ്ങൾക്കൊക്കെ വിശക്കുന്നു എന്ന് തോന്നുന്നു, അല്ലേ?